ഹായ് ഹലോ ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നീട് മറ്റൊരു പാത്രത്തിൽ ഒരു 3.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു 1/4 കപ്പ് ചൂടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. ചൂടോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വേറൊരു ബൗളിലോട്ട് ഡ്രൈ ആയിട്ട് വേണം കേട്ടോ ബൗളൊക്കെ, വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിലോട്ടൊരു 3 മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ഇതുപോലൊരു വൈറ്റ് കളറാവണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ഫ്ലഫിനെസ്സിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ഫ്ലോറും അതുപോലെ തന്നെ 1 ട്രിപ്പ് ഫ്ലോർ ഇടുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സൺഫ്ലവർ ഓയിലും ബട്ടറും പാലൊക്കെ പാടെ ചേർത്ത് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും 1 ട്രിപ്പ് ഫ്ലോർ ഇടുക. പിന്നീട് വീണ്ടും ഇതുപോലെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ ഓവൺ ഒരു 150 ഡിഗ്രിയിൽ ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ 10 മിനിറ്റ്. പിന്നീട് നമ്മൾ ഈ ബാറ്റർ ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാറ്റർ നമുക്ക് ഇനി ബേക്ക് ചെയ്തെടുക്കാം. ഒരു 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ കേക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിൽ നിന്നും മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയും കേട്ടോ എത്രത്തോളം സോഫ്റ്റും അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടുള്ള കേക്കാണെന്നുള്ളത്. ചായക്കൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളിയൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.